ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. അപ്പോ സെൻസാറിന്റെ കൂടെ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓൾറെഡി സെക്കൻഡ് ചാപ്റ്റർ അൻവിത് സാർ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ കോൺകർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗണ്ടിനെ പറ്റിയിട്ടും വേവിനെ പറ്റിയിട്ടുമാണ്. ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പെൻഡുലം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, അതിനെ പറ്റി പഠിച്ചിട്ട് ആ സംഗതികൾ തന്നെയാണ് എന്ത് ചെയ്യുക, അത് നമ്മൾ ഈ സൗണ്ട് വേവിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സംഗതി പെൻഡുലം നമുക്ക് ഒരുവിധം പരിചയമുള്ള സാധനം ആയതുകൊണ്ട് നമുക്കത് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ സൗണ്ട് ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ കണ്ണുകൊണ്ട്. അതേമാതിരി മറ്റെന്തെങ്കിലും വേവുകൾ നമ്മൾ കാണുക, നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു സാധനം വെച്ചിട്ട് പഠിക്കുമ്പോഴാണല്ലോ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് പെൻഡുലം വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ചാപ്റ്ററിലോട്ട് എടുക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഊഞ്ഞാലൊക്കെ അറിയാം അല്ലെ. ഊഞ്ഞാലും പെൻഡുലൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഊഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പെൻഡുലം എന്താണെന്ന് ആദ്യം പഠിക്കാം. പെൻഡുലത്തിന് ആദ്യം എന്തൊക്കെയാ പെൻഡുലത്തിന് ഉള്ളത് നോക്കാം. പെൻഡുലത്തിന് ആദ്യമുള്ള സംഗതികള്, ഒരു ബോബ് ഉണ്ടാവും, ഒരു ഇങ്ങനെ ഒരു നൂല് പോലെ ഒരു സംഗതി കെട്ടി, ഈ സാധനം എന്ത് ചെയ്യും, ഒരു ഉണ്ട അടിയിൽ കുറച്ച് ഒരു ചെറിയ വെയിറ്റ് അത് കെട്ടി തൂക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു റൂഫും വന്ന്. അപ്പൊ ഈ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കും. അപ്പൊ ഈ ചങ്ങായില്ലേ, ഇതിന് നമുക്ക് അറിയുണ്ടാവുമല്ലോ, ഈ ഒരു ഇങ്ങനെ 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 ആട്ടുമല്ലോ, അതേമാതിരിക്കും ഇതൊരു സാധനം. അപ്പൊ ഇതിലുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു നൂല് കെട്ടി തൂക്കിയിട്ടുണ്ടാവും, എന്നമാതിരി നടുവിൽ ഒരു ബോബ് ഉണ്ടാവും. ഈ സാധനം ഇങ്ങനെ ഒരു എൻഡിക്ക് പോവും, അതേപോലെ ഇപ്പുറത്തേക്ക് ഒരു എൻഡിക്ക് പോവും, ഇങ്ങനെയും പോവും, അങ്ങനെ അങ്ങനെ ആടി ഇങ്ങനെ കളിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് നമുക്ക് പറയേണ്ടത് എന്താ വെച്ചാല്, ഈ ഒരു മോഷന് എന്താണ്, അതായത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇത് ഓസിലേറ്ററി മോഷനാണ്. ഇതെന്തല്ല വട്ടത്തിൽ ഇങ്ങനെ സർക്കുലർ മോഷൻ ആണോ? അല്ല, ഇതൊരു ഓസിലേറ്ററി മോഷനാണ്. പിന്നെ അതേപോലെ ഇതിന് നടുവിലൊരു ലൈക്ക് ഇത് ഒന്നും ചെയ്യാതെ സമയത്ത് ഇത് കറക്റ്റ് ഇങ്ങനെ നിൽക്കും. ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരെന്താ, ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പോയിന്റിനെ പറയാം. അതായത് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് പറയും, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. പിന്നെ അതേപോലെ വേറെ രണ്ട് സ്ഥലങ്ങളിലുള്ളത്, ഇതാണ് ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ മറ്റും പോകുന്നില്ലേ, അതേമാതിരി തിരിച്ചും കുറെ ഈ അറ്റം വരെ പോകുന്നില്ലേ, എക്സ്ട്രീം പൊസിഷൻ എന്നാണ് അതിന് പറയാ. എന്താ പറയാ, എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ എന്തൊക്കെയാ പഠിച്ച്, ഈ ഒരു പെൻഡുലത്തിന്റെ മോഷന് അല്ലെങ്കിൽ ഒരു സ്വിങ്ങിന്റെ മോഷൻ എന്താ പറയാ, ഓസിലേറ്ററി മോഷൻ എന്നാണ് പറയാ, സർക്കുലർ മോഷൻ അല്ല. രണ്ടാമത്തെ സംഗതി, ഇത് ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഇത് എവിടെയാണോ നിൽക്കുക, ആ ഒരു പൊസിഷനെ നമ്മൾ എന്ത് പറയും, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. മൂന്നാമത് പഠിച്ച സംഗതി, ഇതിന്റെ എക്സ്ട്രീം പൊസിഷൻ, അഥവാ ഇത് ഏറ്റവും ഉന്തിക്കഴിഞ്ഞാൽ എത്രത്തോളം പോകും, നമ്മളൊരു ഊഞ്ഞാലക്കാട്ടും ഇങ്ങനെ ആട്ടി വിടൂലേ, ഇങ്ങനെ ആകുമ്പോൾ എത്രത്തോളം പോകും, അതിന്റെ ഒരു മാക്സിമം പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ എക്സ്ട്രീം പൊസിഷൻ എന്നും പറയും. അതാണ് ഇപ്പൊ ഏത്, ഇവിടെ എയും ബിയും. എവിടുന്നാണ് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുക, മീൻ പൊസിഷന് അല്ല, ഇക്വിലിബ്രിയം പൊസിഷന്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും, തിരിച്ചതേമാതിരി എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ ആണല്ലോ. ഇനി എന്താ, ഇതിൽ വേറൊരു സംഗതി ഉള്ളത്, ഈ ഒരു എ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ എ എന്താ, ഈ ഒരു മീൻ പൊസിഷൻ, ഈ ഒരു എക്സ്ട്രീം പൊസിഷനിലോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്താ പറഞ്ഞേ, മീൻ ഇക്വിലിബ്രിയം പൊസിഷന് EQBM ഇതിനുള്ള ഇക്വിലിബ്രിയം പൊസിഷന് എക്സ്ട്രീം പൊസിഷനിലോട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. എന്താ പറയാ, ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, ആ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സംഗതി ഇതിലുള്ളത്, ഓരോ ആട്ടം അതെങ്ങനെയാ നമ്മൾ കൗണ്ട് ചെയ്യാന്ന് നമുക്കറിയണം. ഇപ്പൊ നമ്മളൊരു ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കൗണ്ട് ചെയ്യാ, ഒരാൾ ഇവിടുന്ന് നമ്മൾ ഉന്തി തള്ളിട്ടു എന്നല്ല, ഉന്തി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഉന്തി, തിരിച്ച് അയാൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഒരാട്ടം എന്ന് പറയാം അല്ലെ. ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഒരാട്ടം എന്ന് പറയും. അത് ഒരാട്ടം ഓക്കെയാണ്, ഇപ്പൊ ഇവിടെ കാണിച്ച പോലെ. വേറൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും,
ഒരു ഫുൾ ആട്ടം കൗണ്ട് ചെയ്യും. എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഇവിടെ നിൽക്കുക, ഇവിടുന്ന് ഇങ്ങനെ മുന്നിക്ക് പോയി തിരിച്ച് അതേമാതിരി വന്നു, എന്നിട്ട് വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ പോയി. അതിന് നമ്മൾ എന്തിന്റെ പറയൂ, ഒരു സ്വിങ് അല്ലെങ്കിൽ ഒരു ആട്ടം എന്ന് പറയും. ഫിസിക്സ് ടൈമിൽ നമ്മൾ വൺ ഓസിലേഷൻ എന്ന് പറയാം. എന്താ പറയാ? വൺ ഓസിലേഷൻ. അപ്പോ ഓസിലേഷൻ നമുക്ക് രണ്ട് രീതിയിൽ കൗണ്ട് ചെയ്യാം. എങ്ങനെയാ? ഒന്ന് ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ പോയി തിരിച്ചു വന്നു, രണ്ടാമത്തത് ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ മുന്നോട്ട് പോയിട്ട് ബാക്ക് വന്ന് വീണ്ടും പോയി. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ ജസ്റ്റ് ഇവിടെ റെപ്രസെന്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻ ഓസിലേഷൻ ഈസ് കംപ്ലീറ്റ് വെൻ ദ ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇറ്റ് സ്റ്റാർട്ടഡ്. അതായത് ഇപ്പൊ ഇവിടുന്ന് തുടങ്ങി ഇപ്പൊ ഇവിടെ തന്നെ എത്തിയില്ലേ, പക്ഷെ അതൊരു കംപ്ലീറ്റ് ഓസിലേഷൻ ആവോ? ഇല്ല. തിരിച്ചു വന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറി തിരിച്ചു വരണം. അതെന്തിനാ? അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് ഒരു ഓസിലേഷൻ ആവുക. അപ്പൊ ഇവിടെ ഈ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞോ, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോ ഈ ഒരു ഡയറക്ഷനില്ല, തിരിച്ചിങ്ങനെ വന്ന് പിന്നെ ഇങ്ങോട്ട് തന്നെ വരുമ്പോ ഈ ഡയറക്ഷൻ അല്ലേ, സെയിം ഡയറക്ഷൻ അല്ലേ? അങ്ങനെ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, വൺ ഓസിലേഷൻ നമ്മൾ കൗണ്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ ഇതിങ്ങനെ പോയിട്ട് സാറേ ഇത് ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ്, പക്ഷെ ഈ ഒരു മൊമെന്റിൽ എത്തുന്നതോട് കൂടി പിന്നെ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് തിരിയും. അത് അവിടെ നിന്നാണ് വിട്ടാപ്പുറത്തേക്ക് ചാടിയത്, രണ്ടാമത്തൊന്നും തുടങ്ങിയില്ലേ? അപ്പൊ അതുകൊണ്ട് അതും എന്ത് ചെയ്യും, ഒരു ഓസിലേഷൻ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? എന്തൊക്കെയാ പറഞ്ഞ? മോഷന്, ടൈപ്പ് ഓഫ് മോഷൻ എന്താണെന്നാ പറഞ്ഞേ? ടൈപ്പ് ഓഫ് മോഷൻ എന്താ? ഓസിലേറ്ററി. പിന്നെ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, പിന്നെ അതേമാതിരി എക്സ്ട്രീം പൊസിഷൻസ് പറഞ്ഞു, ഇക്വിലിബ്രിയം പോയിന്റും പറഞ്ഞു അല്ലെ, ഇക്വിലിബ്രിയം പൊസിഷനും പറഞ്ഞു. ഇത്രയും കാര്യം ഓർമ്മ ഉണ്ടല്ലോ? നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇനി ഇതിന്റെ തന്നെ ഒരു 4 സംഗതികളാണ്. അതിലിപ്പോ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓസിലേഷൻ ഇപ്പൊ ഏകദേശം എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഡെഫിനിഷൻ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പീരിയോഡിക് മോഷനാണ്, അഥവാ ഒരു സമയത്തിന്റെ ഇന്റർവെല്ലിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സംഗതി. എന്താ സംഭവിക്കുക? ഒരു ഒബ്ജക്റ്റ് ബാക്ക് ടു ആൻഡ് ഫ്രോ, അഥവാ മുന്നിക്ക് ബാക്ക് ഇപ്പൊ ഓസിലേറ്റർ സാധനം അങ്ങനെ പോവുക അങ്ങനെ വരിക തന്നെയല്ലേ? അതാണ് ടു ആൻഡ് ഫ്രോ. മറ്റേ റെഗുലർ ഇന്റർവെൽ, അതൊരു റെഗുലർ ഇന്റർവെല്ലിന്റെ ഇടയിലാ പോവുക. അത് തോന്നുമ്പോ അങ്ങോട്ട് പോയിട്ട് തോന്നുമ്പോ ഇങ്ങോട്ട് വരില്ല. അത് എങ്ങോട്ടാണോ പോയ ആ ഒരു എപ്പോഴും ആ ഒരു ടൈം എന്ത് ചെയ്യും, അത് കീപ്പ് ചെയ്യും എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പോയിന്റ്. നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആ ഒരു നടുവിലുള്ള പോയിന്റില്ലേ, അവിടുന്ന് തുടങ്ങി മേലേക്ക് പോയി തിരിച്ച് അയിക്കൂടെ തന്നെ വന്ന് വീണ്ടും ഇങ്ങോട്ട് വന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷന്റെ ചുറ്റുപാടുമായിട്ടല്ല ഇയാൾ പോണത്, അതാണ് ആ പോയിന്റ്. അപ്പോ ഓസിലേഷൻ എന്ന് പറഞ്ഞാല് മലയാളം ഐഡിയത്തിന് ഇതെന്താ, ഒരു റെഗുലർ ഇന്റർവെല്ലില് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽ അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ ആണല്ലോ? ഇക്വിലിബ്രിയം പൊസിഷനിലെ ചുറ്റുമായിട്ട് മുന്നോട്ടും ബാക്കും ഇങ്ങനെ പോകുന്ന പരിപാടിയാണ് ഓസിലേഷൻ, സിംപ്ലി. അതിന് കുറച്ച് എക്സാമ്പിൾസ്: സ്വിങ്, ഊഞ്ഞാല, പിന്നെ പെൻഡുലത്തിന്റെ ക്ലോക്ക് ഉണ്ടാവും, പിന്നെ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുക എന്താന്നുള്ളത്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോ ഇവിടുന്ന് ഇവിടെ വരെ എത്താണ് ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് എന്ത്, ആംപ്ലിറ്റ്യൂഡ്. ഈ വേറെ സാധനങ്ങൾ, പുതിയ 2 ചങ്ങായിമാര്, ഒന്ന് പീരീഡ്, ഒന്ന് ഫ്രീക്വൻസി. ഓക്കെ. പീരീഡിന് മലയാളത്തിലും പീരീഡ് തന്നെയാണ് പറയാ, ഫ്രീക്വൻസിക്ക് ആവൃത്തി. ഈ 2 ചങ്ങായിമാരെന്താ? നമുക്ക് അതിന്റെ ഡെഫിനിഷൻ വായിച്ചിട്ട് തുടങ്ങാം. ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, അഥവാ ഇതിപ്പോ ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി തിരിച്ചു വന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. നേരത്തെ പറഞ്ഞ ആ ഓസിലേഷനില്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്തു? അതാണ് എന്ത്, പീരീഡ്. ഇപ്പൊ ഇവിടെ പോയി ഇവിടെ ഒരു 10 സെക്കൻഡ് എത്തി, 10 സെക്കൻഡ് എടുത്ത് എത്താം. തിരിച്ചിങ്ങനെ വന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഒരു 10-15 സെക്കൻഡ് എടുത്ത് കൂട്ടിക്കോ, ചുമ്മാ. തിരിച്ചിങ്ങോട്ട് വന്നു ഒരു 5 സെക്കൻഡ്. ഇപ്പൊ എത്രയായി? മൊത്തം ഒരു 20 സെക്കൻഡ് ആയില്ലേ? അപ്പൊ 20 സെക്കൻഡ് ആണ് അതിന്റെ ടൈം പീരീഡ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കഴിയാൻ എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇനി ആവൃത്തി എന്താണ്? ഇത് ഇതിനായിട്ടൊരു ചെറിയൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെക്കൻഡിന്റെ ഉള്ളില് എത്ര വട്ടം ഈ ചങ്ങായി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ചങ്ങായി ഇവിടെ തുടങ്ങി ഇവിടെ പോയി ഇങ്ങനെ വന്നു, അതൊക്കെ ഒരു സെക്കൻഡിനുള്ളിൽ കഴിഞ്ഞാൽ എന്താ പറയാ, ഫ്രീക്വൻസി ഒന്നാണ്.
മനസ്സിലായോ? ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ എത്ര എണ്ണം വന്നു എന്നല്ല ചോദിച്ചേ. ഒരു സെക്കൻഡിനുള്ളിൽ ഒന്ന് വന്നു, ഇനി ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ ഇപ്പോ 2 എണ്ണം വന്നു, അപ്പൊ ഫ്രീക്വൻസി എത്രയാ? 2. ഇനി ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ 4 വട്ടം വന്നാൽ ഫ്രീക്വൻസി എത്രയാ? 4. ഇനി ഒരു സെക്കൻഡിനുള്ളിൽ 1000 വട്ടം ഇത് ഇതേമാതിരി ചുറ്റിക്കറങ്ങി വന്നാൽ 1000. മനസ്സിലായോ? അതിന്റെ യൂണിറ്റ് ഒന്ന് നോക്കി വെച്ചോ. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് എന്നാണ്. ഇതിന്റെ ഡിനോട്ട് ചെയ്യുക എഫ് എന്ന് വെച്ചിട്ടാണ്. ഹെഡ്സ് എന്നാണ് എന്ത് ചെയ്യുക ഇതിന്റെ യൂണിറ്റ്. നമ്മൾ HZ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ടൈം പീരീഡിന് ടി, യൂണിറ്റ് സെക്കൻഡ് തന്നെ. എപ്പോഴും ഓർത്ത് വെക്കണം, യൂണിറ്റ് സെക്കൻഡിലാണ് ടൈം പീരീഡ് നമ്മൾ പറയാം. ഓക്കെ. പിന്നെ ആവൃത്തി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലെങ്ത് ആണല്ലോ, അതുകൊണ്ട് എന്തായിട്ട് പറയാം? മീറ്റർ ആണ്. ഓക്കെ. മീറ്റർ SI യൂണിറ്റ് ആണ് പറയണത്, മീറ്റർ ഓർത്ത് വെക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താ? ഇവിടെ കൊടുത്ത മാതിരി 1/f = 1/t. അഥവാ ഇപ്പോ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 ആണ് വിചാരിക്ക. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. 1/2 ഹെഡ്സ്. എന്താ അങ്ങനെ പറഞ്ഞ? ഒരു ഓസിലേഷൻ കഴിയാൻ 2 സെക്കൻഡ് എടുത്താല് അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കഴിയുന്നുണ്ടാവുള്ളൂ? പകുതി. ഉറപ്പല്ലേ? ഇപ്പോ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഒരു സെക്കൻഡിൽ ഒരു ഓസിലേഷൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഫ്രീക്വൻസി എന്ത് തന്നെയാ? 1 തന്നെ, 1 ഹെഡ്സ്. അതിന്റെ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട് തന്നെ ഉള്ളൂ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളത് ഇട്ടാലും എന്ത് തന്നെ ഉണ്ടാവുക? 1/1 പക്ക. ഓക്കെ ആണല്ലോ? ചെറിയൊരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ ചെയ്ത് കാണിച്ചു തന്നെ അതേ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ട്. ഇനി വേറെ സംഗതി, നമ്മൾ പറഞ്ഞ സമയത്ത് പെൻഡുലത്തിന് ഇവിടെ ഒരു ലെങ്ത് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ ഈ ലെങ്ത് കൂടുന്ന സമയത്ത്, അതായത് പെൻഡുലത്തിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. ടൈം പീരീഡ് കൂടും. അതായത് ലെങ്ത് കൂടിയാല് ഫ്രീക്വൻസി കുറയും, ടൈം പീരീഡ് കൂടും. ഓക്കെ. ഇവിടെ തന്നെ നമുക്ക് കാണാലോ, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്. ടൈം പീരീഡ് കൂടിയാ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കുറഞ്ഞാ അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിയാ ടൈം പീരീഡ് കുറയും. മനസ്സിലായോ? ആ ഒരു ഇൻവേഴ്സ് ഉള്ള ഒരു ബന്ധം. ഇനി ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങക്ക് ഇപ്പൊ ഈ പറഞ്ഞ സംഗതികളുടെ ഒരു ആനിമേഷൻ കാണിച്ചു തരാവേ. എന്താ? പെൻഡുലം. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചെന്ന പെൻഡുലാണത്. ഈ ചെങ്ങായി നമ്മൾ ഇവിടുന്ന് ഇതിനെ ഇങ്ങനെയാണ് വെട്ടി, ഇതിനെ പതുക്കെ ഇതുണ്ടോ? ഇപ്പൊ എന്തായി? ഈ ഒരു പോക്ക് പോയതുണ്ടോ? ഇപ്പൊ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടില്ലേ? ആ മാർക്കിംഗ് ആണ് ഒരു ഓസിലേഷൻ, കംപ്ലീറ്റ് ഓസിലേഷൻ. ഇവിടെ നടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി തിരിച്ചു വന്നു. ഓക്കെ. അപ്പൊ ഞാന് പറഞ്ഞ ആ ഒരു ലെങ്ത്തിന്റെ കാര്യല്ലേ, ആ ലെങ്ത്തിന്റെ കാര്യം നോക്കിക്കോട്ടോ. ഇപ്പൊ ഇവര് രണ്ടുപേരും ഞാൻ ഏകദേശം ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയം ഇടാൻ പോവാ. ഓക്കെ. ഞാൻ ആദ്യം എത്തുന്ന ആദ്യം അവസാനത്തിന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. മറ്റോനെ എന്ത് ചെയ്തു? ഒരു ഓസിലേഷൻ കഴിഞ്ഞു. ആദ്യം ആര്? നീല. രണ്ടാമത്തോന് ഇപ്പൊ കഴിയുന്നേ ഉള്ളൂ. അഥവാ എന്ത് ചെയ്തു? ടൈം പീരീഡ് അവിടെ കൂടി. ആർക്ക്? ആ റെഡിന്. റെഡ് കുറെ സമയം എടുത്തിട്ടല്ലേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തേ. നീല ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തില്ലേ. അപ്പൊ ടൈം പീരീഡ് ആർക്കാ കുറവ്? നീലക്ക്. മനസ്സിലായോ? ഓക്കെ. പിന്നെ എന്ത് ചെയ്യാ? ഇപ്പൊ ഇതിന്റെ ലെങ്ത്, ആ ലെങ്ത്തിന്റെ ഡിപ്പെൻഡൻസിയാണ് ഞാൻ പറഞ്ഞു തന്നെ. ലെങ്ത് കൂടിയ സമയത്ത് വ്യത്യാസം വന്നാണ്ടായിനോ? ഒരേ സാധനമാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരൂലായിരുന്നു. ഇനി ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 ഹെഡ്സ്.
എന്താണ് ഒരു സിമ്പിൾ ഹെഡ്സ് പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ഹെഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാ ചോദിച്ചേ. എന്താ 1 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡിൽ 1 വട്ടം കറങ്ങി എന്നല്ലേ, 1 വട്ടം ഓസിലേറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഒരു ഓസിലേഷൻ എടുക്കാനുള്ള ടൈമാണ് എന്ത്, ടൈം പീരീഡ്. അപ്പൊ അതും ഒന്ന് തന്നെയാ. അതിന്റെ ആൻസർ എന്ത് തന്നെയാ, ഒന്ന് തന്നെയാണ്, 1 സെക്കൻഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടെത്താം. ഫ്രീക്വൻസി ബൈ ടൈം. ഫ്രീക്വൻസി എന്താ 1 ഹെഡ്സ്. ടൈം അല്ലേ, ടൈം പീരീഡ് അല്ലേ ചോദിച്ചേ, അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എഫ് = 1/t എന്ന് കൊടുത്തു. ഈ ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്തായി, ടി മേലെ 1/1. സിമ്പിൾ ആണ്. ഇനി അതേമാതിരി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഒരു പെൻഡുലം 0.5 സെക്കൻഡ് എടുത്തു എന്ത് ചെയ്യാൻ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അതിനർത്ഥം അതിന്റെ ടൈം പീരീഡ് എത്രയാണെന്നാ, ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസിയാ ചോദിച്ചാൽ ഞാൻ പറയുന്നത് 2 ആണ് ഫ്രീക്വൻസി. നമുക്ക് ചെയ്തു നോക്കാം. ഫ്രീക്വൻസി = 1/t. അപ്പോ 1/t എന്ന് പറയുന്ന വാല്യൂ 0.5 അല്ലേ. ഒന്നിൽ എത്ര 0.5 ഉണ്ടടാ, 2 അല്ലേ, 2 ഹെഡ്സ്. 1/2 സെക്കൻഡ് ഉള്ളൂ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 1 സെക്കൻഡ് കൊണ്ട് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ആലോചിക്കുള്ളൂ, മനസ്സിലായോ? ആദ്യം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഇക്വേഷൻ അറിയെങ്കിൽ ഇക്വേഷൻ എഴുതിയേക്കുക. അതേമാതിരി അതിന്റെ വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ വാല്യൂസ് എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആവും. പിന്നെ അതിന്റെ ആൻസർ ആണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഒരു ഏരിയ ഒരുവിധം കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഇതിന്റെ തന്നെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് വരുന്ന ടൈപ്പ് ഇങ്ങനെയൊക്കെ 30 ഓസിലേഷൻ 1 മിനിറ്റിൽ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയും കാണാൻ പറഞ്ഞു, ടൈം പീരീഡും കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, 30 ഓസിലേഷൻ 1 മിനിറ്റിൽ. ഇപ്പൊ ഞാൻ ഒന്നുകൂടി 30 ഓസിലേഷൻ ഞാനിപ്പോ എന്ത് ചെയ്യുന്നുള്ളൂ, OS ഇടുന്നുള്ളൂ. എത്ര, 1 മിനിറ്റിലല്ലേ. ആ 1 മിനിറ്റ് ഞാൻ 60 സെക്കൻഡ് കാട്ടി. ഓക്കെ, എനിക്ക് വേണ്ടത്, ഞാൻ ആദ്യം കാണുന്നത് എന്താ, ഒരു ഓസിലേഷന് എത്ര സമയം എടുക്കുന്നതാണ്. ഓക്കെ, ഒരു ഓസിലേഷൻ എത്ര സമയം എടുക്കുന്നത്, ഞാൻ ടൈം പീരീഡ് ആണ് ആദ്യം കാണുന്നത്. ടൈം പീരീഡ് ആണ് ആദ്യം കാണുന്നത്. അപ്പോ 30 ഓസിലേഷൻ അല്ലേ, 30 ഓസിലേഷന് 60 സെക്കൻഡ്. അപ്പൊ ഒരു ഓസിലേഷന് 30 ഓസിലേഷൻ ഞാൻ 30 ചെയ്യാണ്. 60/30 2 സൈഡ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓസിലേഷന്റെ സൈഡ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതെന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അഥവാ ഒരു ഓസിലേഷന് 2 സെക്കൻഡ് എന്ന് കിട്ടും. കിട്ടിയില്ലേ? അപ്പോ ടൈം പീരീഡ് എന്താ, 2 സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഫ്രീക്വൻസി സുഖമായിട്ട് കണ്ടൂടെ. ഫ്രീക്വൻസി എന്താ, 1/t. 1/t എന്ന് പറയുമ്പോ 1/2. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.5 ഹെഡ്സ്. ഇത് ഒരു വഴി. ഇനി അല്ലാണ്ട് ടൈം പീരീഡ് കാണാതെ ആദ്യം ഫ്രീക്വൻസി കാണാം. നോക്കിക്കോ എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു 30 ഓസിലേഷൻ 1 മിനിറ്റിൽ നിന്നല്ലേ. ഫ്രീക്വൻസിന്റെ ഡെഫിനിഷൻ എന്താ, 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം സെക്കൻഡിനാണ് 1 ആക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ തല തിരിച്ച് ചെയ്താ 60 സെക്കൻഡില് 30 ഓസിലേഷൻ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് 60ന്റെ അവിടെ 1 ആക്കിയാൽ മതി. കാരണം ഒരു സെക്കൻഡിന്റെ കണക്കാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ 60/60 30/60 ഓസിലേഷന്. അപ്പൊ ഇവിടെ എന്താവും, 1 സെക്കൻഡ് ആവും. ഇത് രണ്ടും പാടെ എന്താവും, 3/6 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 1/2 ഓസിലേഷൻ. അഥവാ 1 സെക്കൻഡില് 0.5 ഓസിലേഷനേ ഉണ്ടാവുന്നുള്ളൂ. മനസ്സിലായോ? 1 സെക്കൻഡില് 0.5 ഓസിലേഷനേ ഉണ്ടാവുന്നുള്ളൂ. അതിനർത്ഥം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ, 0.5. അതന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേ, ഇവിടെയും അതിനല്ലേ കിട്ടിയേ. ക്ലിയർ അല്ലേ? ഇനിയൊരു സെഷനില് നമ്മൾ ഇതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് നടത്താം. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ഭാഗത്തോടെ എന്ത് ചെയ്യാം, കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്നുകൂടി കാണാം. ഇപ്പൊ എന്തൊക്കെയാ ഒന്ന് എന്താ ഫാസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം
പറ എന്താണ് ഓസിലേഷൻ എന്നുള്ളത് അറിയണം. ടൈപ്പ് ഓഫ് ഒരു സിംഗിന്റെ മോഷൻ എന്താണ് ഓസിലേറ്ററി മോഷൻ. പിന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ, മീൻ പൊസിഷൻ എന്താ അറിയാം. ഈ ഒരു പോയിന്റ് ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു പെൻഡുലത്തിന്റെ അല്ലെങ്കിൽ സ്വിങ്ങിന്റെ റെസ്റ്റിൽ നിൽക്കുന്ന പോയിന്റ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിലോട്ട് മീനിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിന്ന് എക്സ്ട്രീം പൊസിഷനിലോട്ടുള്ള ആ ഒരു ലെങ്തിനെയാണ് എന്ത് പറയണത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ എക്സ്ട്രീം പൊസിഷൻ എന്താന്ന് പറയുന്നത്, എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻ പൊസിഷനായിട്ട് അറ്റത്തേക്കുള്ള സാധനം അതന്നെ. പിന്നെ ഡിഫൈൻ വൺ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങിയോ അവിടേക്ക് തന്നെ തിരിച്ചെത്തണം. പക്ഷെ എത്തുമ്പോൾ ഡയറക്ഷൻ എന്താവണം, സെയിം ആവണം. അതൊന്നും ചെയ്യാൻ വയ്ക്കണില്ല, എഴുതാൻ വയ്ക്കണില്ലെങ്കിലേ ചിത്രം വരച്ചാൽ മതി കേട്ടോ, കിട്ടും, മാർക്ക് കിട്ടും. പിന്നെ ടൈം പീരീഡ് എന്താ എപ്പോഴല്ലേ പറഞ്ഞേ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കണോ അതാണ് ടൈം പീരീഡ്. അതിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ്. പിന്നെ എന്താ ടൈം പീരീഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിപ്പോ ഞാൻ ഈ ചെയ്ത മാതിരിക്കത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. പിന്നെ ഫ്രീക്വൻസി ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കഴിഞ്ഞ് എത്ര സംഭവിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. അതിന്റെ യൂണിറ്റ് എന്താ, ഹെഡ്സ്. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി എന്താ, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t തന്നെ. ഇത്രയും ഉള്ളൂ ഈ ഭാഗത്തിന്. നമ്മളിനി അടുത്ത ഭാഗത്തിനോട് എടുക്കാൻ പോവാണ്. ചെറിയൊരു സെഷനാണ് ഇത്, നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് റെസൊണൻസ്. നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും എന്ന് പറയില്ലേ, അതേപോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു വറക്കണ സ്വഭാവം ഉണ്ടാവും. വൈബ്രേഷൻ ചെയ്യുക, നാച്ചുറൽ ഫ്രീക്വൻസി അതിനുണ്ടാവും. അപ്പൊ അതിനൊരു നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ട്യൂണിംഗ് ഫോർക്ക്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തുന്നലും, മനസ്സിലായോ? അതില് ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നുണ്ടോ, ഒരു 128, 256, ഇതൊക്കെ എന്താ, HZ എന്താ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ ഈ ഒരു സാധനം അടിച്ചു കഴിഞ്ഞാല് അത് ഏത് ഫ്രീക്വൻസിയിലാണ് വർക്ക് ആവുക, അത് 128 ആകെ കാണണേ അതിലാണ് വർക്ക് ആവുക, അല്ലെങ്കിൽ അതാണ് ആ ഒരു ഫ്രീക്വൻസിയിലാവുക, അത് വൈബ്രേറ്റ് ചെയ്യാനുള്ളതാണ് പറയാൻ. അപ്പൊ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യണം. നമ്മള് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല്, ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതിനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ, അപ്പൊ ഒറ്റക്ക് ഇങ്ങനെ കിടന്ന് ധരിച്ചൂലേ, അതന്നെ. അപ്പൊ അത് ഏത് ലെവലിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുക, അതാണ് അപ്പൊ അത് അളന്ന് നോക്കി കിട്ടുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, അതാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. മനസ്സിലായോ? When an object vibrates freely, it vibrates in a innate frequency. അതായത് ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ അത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അതാണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ഈ നാച്ചുറൽ ഫ്രീക്വൻസിനെ ആൾട്ടർ ചെയ്യാൻ പറ്റുമോ, അഥവാ മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെ? ഒന്നെങ്കിൽ അതിന്റെ ലെങ്ത്തില് നീളം, വീതി, തടി, വണ്ണം അതിലൊക്കെ എന്ത് ചെയ്യുക, വ്യത്യാസം വരുത്തുക. പിന്നെ ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വലിച്ചു നീട്ടാനുള്ള ഒരു സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള എബിലിറ്റി ഉണ്ടാവുമല്ലോ, അത്. പിന്നെ നേച്ചർ ഓഫ് മെറ്റീരിയൽ മണ്ണാണോ, കല്ലാണോ, ഇരുമ്പാണോ, സ്റ്റീലാണോ, അതിനനുസരിച്ച് സാധനം മാറും. ഇനി ഇവിടുന്ന് ഒരു ചോദ്യം, ഒന്ന് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം, രണ്ട് ഇങ്ങനെ ചോദിക്കാം, ഇതിന്റെ കളർ മാറ്റി, ഒരു സാധനം നിന്നു അതിന്റെ കളർ മാറ്റി അതിന്റെ ഫ്രീക്വൻസി മാറുക വെച്ച്, ഇല്ല കളർ മാറ്റിയിട്ട് ഒന്നും മാറൂല. മനസ്സിലായോ? ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന് ചോദിക്കാം. അതിന്റെ ഡെഫിനിഷൻ സിമ്പിൾ ആണ്. എന്താണ്, ഒരു സാധനം ഒറ്റക്ക് വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഏതാണ് അതിന്റെ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി തമ്മിലൊരു ബന്ധമുണ്ട്, പറഞ്ഞുതരാം. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ട്യൂണിംഗ് ഫോർക്കിനെ അടിച്ചത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആ വൈബ്രേറ്റ് ചെയ്യണ ട്യൂണിംഗ് ഫോർക്കിന് ഒരു ടേബിളുമല്ലോ, ഇപ്പൊ ഈ ചങ്ങായി വെച്ചമാതിരി ടേബിളും വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വൈബ്രേഷൻ ആർക്ക് കിട്ടും, ടേബിളിന് കിട്ടും. അപ്പോ ഈ ടേബിളും കടന്ന് വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലാവും? ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എന്ത് ചെയ്യും, ഈ ടേബിളും തട്ടും, ആ ടേബിളിനും എന്ത് ചെയ്യും, അനുഭവപ്പെടും. അപ്പൊ ടേബിൾ വൈബ്രേറ്റ്. അപ്പൊ ടേബിൾ ഒറ്റക്ക് വൈബ്രേറ്റ് ചെയ്തതാണോ? അല്ല, ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ കാരണം ടേബിൾ വൈബ്രേറ്റ് ചെയ്ത്, അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മനസ്സിലായോ? നമ്മളിപ്പോ ആരെങ്കിലും നമ്മളെ പഠിച്ചടാ എന്ന് പറഞ്ഞിട്ടാവുമല്ലോ നമ്മൾ ചിലപ്പോ പഠിക്കാറ്. ഇപ്പൊ നമ്മൾ സെൽഫായിട്ട് പഠിക്കാണോ? അല്ല, ഫോഴ്സ്ഡ് പഠിപ്പാണ്. മനസ്സിലായോ? അതേമാതിരി തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ്. വൈബ്രേഷൻ മറ്റൊരാൾ കാരണം ഉണ്ടായത്, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയി. അതിന് എന്താ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, അതിൽ കൂടുതലൊന്നും അതിലില്ല. ഓക്കെ. പിന്നെ വേറെ ഒരു ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ ഒരു സംഗതിയാണ് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ ആ റെസൊണൻസ് കൺസെപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്.
എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇങ്ങനെ കുറെ ബ്ലേഡ് വെച്ച മാതിരി, ആക്ഷൻ ബ്ലേഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ഇവർക്കൊക്കെ എന്താണ് സെയിം ഹൈറ്റ് ആണ് അല്ലെ. ഞാൻ ഇവനെ പിടിച്ചിളക്കിയാൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാരും എന്ത് ചെയ്യും, കടന്നിട്ട് ചെറിയ രൂപത്തിലൊക്കെ ഒരു ഫോഴ്സ് വൈബ്രേഷന്റെ ഇത് കാരണം ഇളകും. പക്ഷേ ഈ ചെങ്ങായില്ലേ നല്ലോണം അടിപൊളിയായിട്ട് പവറായിട്ട് എന്ത് ചെയ്യും, കടന്ന് വൈബ്രേറ്റ് ചെയ്യും. മനസ്സിലായോ? ഞാൻ അതിന്റെ ഒരു വീഡിയോ എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം. ഇന്ന് ഇനി ഇവനതാക്കിയാലോ ഇതേമാതിരി തന്നെ സംഭവിക്കുക. എല്ലാരും വൈബ്രേറ്റ് ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുക ഇവരേക്കര. കാരണം എന്താ, ഇവനൊക്കെ ഒരേ ലെങ്സും വിഡ്ത്തും ഒക്കെ ഒരേ മാതിരിയല്ലേ, ഒരേ മാതിരി സാധനം. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോ നിങ്ങളുടെ കമ്പനിക്കാർ പറയണതല്ലേ, നിങ്ങളെ സർക്കിളിലുള്ളത് ആൾക്കാര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയല്ലേ കത്തുള്ളൂ. നിങ്ങൾ പുറത്തുള്ളൊരാൾക്ക് വല്ലാതെ കത്തിക്കോളന്നില്ലല്ലോ. മനസ്സിലാവുണ്ടോ? അതേ ഒരു സംഗതി ഓന്റെ സ്വഭാവം ഓന്റെ ഒപ്പല്ല ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ ഇതൊരു ഇവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സെയിം ഫ്രീക്വൻസിയിലുള്ള ആളുകള് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അഥവാ അവൻ നല്ലോണം കടന്നിട്ട് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. സെയിം ഫ്രീക്വൻസി ആയി കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇത്ര ഓർത്തിച്ചാണ്, സെയിം ഫ്രീക്വൻസി മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ എല്ലാവരും ഒരേ മൈൻഡിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും ഇപ്പൊ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവര് പൈസ ഉണ്ടാക്കും, അല്ല അടിച്ച പ്ലേറ്റ് പൈസ ഉണ്ടാക്കൂലേ. കാരണം എന്താ, എല്ലാവരും ഒരേ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. സിമിലർലി അതേപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടുന്ന് പറയാനൊന്നുമില്ല. പിന്നെ റെസൊണൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇത് പോസിബിൾ ആവണത്, ഈ ഒരു സംഗതി നടക്കാൻ കാരണം എന്താണ്, റെസൊണൻസ് ആണ്. എല്ലാരും ഒരേ സംഗതിയിൽ ഫോക്കസ് ആയി. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. അഥവാ ഈ ചങ്ങായി ഇളകി വൈബ്രേറ്റ് ചെയ്തു, ഇവരൊക്കെ വൈബ്രേറ്റ് ചെയ്തു, പക്ഷെ ഇവനേതാണോ വൈബ്രേഷൻ ചെയ്യുന്നത് അതേ ഫ്രീക്വൻസിയിൽ തന്നെ ആവുമല്ലോ ഇവനും വൈബ്രേഷൻ ചെയ്യുക. കാരണം ഒരു സെയിം ആണല്ലോ. മനസ്സിലായോ? അങ്ങനെ ആവുമ്പോ അവിടെ നടക്കുന്ന പരിപാടിനെയാണ് റെസൊണൻസ് എന്ന് പറയാ. എന്താ പറയാ, ഒരു ചങ്ങായി കടന്ന് വൈബ്രേറ്റ് ചെയ്തു, ഓനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ ഓന്റെ അപ്പുറത്തിരിക്കുന്ന ആളും എന്ത് ചെയ്തു, ഇവൻ വൈബ്രേറ്റ് ചെയ്യുന്ന കാരണം ഓനും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം. ചെയ്തു വന്നപ്പോഴാണ് അറിയണത് ഇവനും ഫ്രീക്വൻസി എന്താണ്, സെയിം ആണ്. അപ്പൊ എന്തായി, ഒരു രണ്ടാളും മാക്സിമം പവറിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയണത്. നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് ആരാണോ ഇടുന്ന് ഇളക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കണത് ആ ചങ്ങായും ആ ഇളകണ ചങ്ങായി ഓർക്ക് രണ്ടാൾക്കും ഒരേ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ അപ്പോ നമുക്ക് പറയാം അവർ രണ്ടുപേരും റെസൊണൻസിലാണ്. ഇവനും ഒരേ ഫ്രീക്വൻസി ആണ്, ഇവനും ഇളകി. അപ്പൊ നമുക്ക് എന്ത് പറയാം, അവർ റെസൊണൻസിലാണെന്ന് പറയാം. അത്ര തന്നെ ഉള്ളൂ, അതിൽ വേറെ സംഗതി ഒന്നുമില്ല. പിന്നെ ഈ ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാല് പൈപ്പ് ഇങ്ങനെ മുകൾക്കും താഴത്തേക്കും ആക്കുന്നതനുസരിച്ച് അതിന്റെ സൗണ്ടിൽ വ്യത്യാസം വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം ഫ്രീക്വൻസി വന്ന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുമല്ലോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണതിനനുസരിച്ച് ഇവരുടെ ഫ്രീക്വൻസി സെയിം ആവും ഒരു പോയിന്റില്. അപ്പൊ നല്ല മാക്സിമം ആംപ്ലിറ്റ്യൂഡില് ഇപ്പം വർക്കാവും. അപ്പൊ മാക്സിമം സൗണ്ട് പുറത്തേക്ക് വരുള്ളൂ. മനസ്സിലായോ? ഒബ്ജക്റ്റ് ഇൻ റെസൊണൻസ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇതിന്റെ കുറച്ച് യൂസ് കേസസ് നമുക്ക് പറയാം. യൂസ് കേസസ് എന്ന് പറഞ്ഞാല് ഇത് എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നത്, MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ അതേമാതിരി മെഗാഫോൺ ഒക്കെ അല്ലേ, ഹോൺസ്, ഇവിടെ പിന്നെ അതേ സ്റ്റെതസ്കോപ്പ്, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വോയിസ് വൈബ്രേഷന് അല്ലെങ്കിൽ റെസൊണൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ സ്റ്റെതസ്കോപ്പിന്റെ ഒക്കെ കാര്യങ്ങൾക്ക് അറിയാം, ഇവിടെ അങ്ങനെ വെക്കുമ്പോ ഈ മിടിപ്പ് എവിടെ കേൾക്കാണ്, നമ്മൾ ഇവിടെ കേൾക്കാണ് ആ കോയിലിൽ കൂടെ. അതെന്തുകൊണ്ടാ, ഇവിടുത്തെ ആ ഇടിക്കണ മിടിപ്പ് എന്ത് ചെയ്യാണ്, ആ സാധനത്തിന്മേൽ തട്ടിയിട്ട് അത് ആ ഒരു കോയിലിൻ്റെ കൂടെ വന്ന് നമ്മളെ ചെവിക്ക് വരികയാണ് ആ സൗണ്ട്. അപ്പൊ എന്താ, ഫോഴ്സ് വൈബ്രേഷൻ ആണ്. മനസ്സിലായോ? ഇനി ഇവിടെ നിന്നുള്ളൊരു ക്വിക്ക് ചെക്ക്
റെസൊണൻസിനെ പറ്റിയിട്ടുള്ളതാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് 512 ഇതിൽ എക്സൈറ്റഡ് ആണ്, അഥവാ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സാധനം ഒരു ടേബിളിൽ വെച്ച്, ഒരു പിയാനോ ഉണ്ട്, പിച്ച് ബോള്, ഇങ്ങനെ ടേബിളും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതില് ഒരു പന്തുണ്ട് അവിടെ. ആ പന്തുമേ ഈ വൈബ്രേഷനാണ് തട്ടിയതോട് കൂടി പന്ത് എന്ത് ചെയ്തു, മാക്സിമം ഡിസ്റ്റൻസിലാണ് പോയി. അതിന് പറ്റാവുന്ന അത്ര ഡിസ്റ്റൻസിലാണ് എന്ത് ചെയ്തു, അടുത്തെറിച്ചു പോയി. അതിന് കാരണം എന്താ? എന്താണെന്ന് ചോദിച്ചത്, ഇവിടെ മാക്സിമം എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അപ്പോഴാണല്ലോ പോവാം. നമ്മൾ പറഞ്ഞ സെയിം കൺസെപ്റ്റ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. കാരണം വെറുതെ എങ്ങനെ മറ്റോടെ വന്നപ്പോഴാണോ പോയത്, അപ്പൊ ഇപ്പം കാരണമാണോ പോയത്, ഓനാണ് തള്ളിയിട്ടേ. ഇതിലായോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മാക്സിമത്തിൽ പോകാൻ കാരണം തള്ളിക്കട പതുക്കെ ആവാം, സ്പീഡിലാവാം, മാക്സിമം ഒക്കെ ആവാം. അപ്പൊ മാക്സിമത്തിൽ പോയിക്കണേ, അതിന് കാരണം എന്താ? റെസൊണൻസ്. മനസ്സിലായോ? സെയിം സാധനം, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണെന്നുള്ളൂ. ഇനി അതേപോലെ ഒരു ചെക്ക് ലിസ്റ്റ് ഇവിടെയുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് അറിയുക. അതേപോലെ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? ആ ഒരു സാധനം വൈബ്രേറ്റ് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫ്രീക്വൻസിനാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. അതിന്റെ 4 കാര്യങ്ങൾ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. എന്തൊക്കെയാ? അതിന്റെ സൈസ്, ലെങ്ത്, അതേമാതിരി മെറ്റീരിയല്, അതിന്റെ അതിന്റെ ഒരു കോൺഫിഗറേഷൻ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, അതിനെ എഫക്ട് ചെയ്യുക. പിന്നെ കളർ ചേഞ്ച് ചെയ്താൽ നാച്ചുറൽ ഫ്രീക്വൻസി വ്യത്യാസം വരുമോ? ഇല്ല. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ചങ്ങായി വൈബ്രേറ്റ് ചെയ്യുന്ന കാരണം ഇബന് വൈബ്രേറ്റ് ചെയ്യേണ്ടി വരിക, അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. പിന്നെ ട്യൂണിംഗ് ഫോർക്ക് ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവണേ? കാരണം ട്യൂണിംഗ് ഫോർക്കിന്റെ വൈബ്രേഷൻ ആയിരിക്കുന്നു ടേബിളിലേക്ക് വന്ന്. ആ ടേബിള് പറഞ്ഞാൽ ഒരുപാട് സൈസ് വലിയൊരു ചങ്ങായിയാണ്. അപ്പൊ ഇബനും അതേ ലെവലിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതുണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ തേനീച്ച പറക്കണ സമയത്തിന്റെ ഒരു സൗണ്ട് ഇല്ലേ? അതേ തേനീച്ചനെ ഒരു ആനന്റെ എത്ര വലുപ്പത്തിലാണ് ആലോചിച്ച് നോക്കി. അതൊക്കെ കടന്ന് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല സ്വൈരം ഉണ്ടാവുക, നമുക്ക് വല്ല സൗണ്ട് ഉണ്ടാവില്ലേ? അതിനുള്ളു പിടി. മറ്റേ വൈബ്രേഷൻ ടേബിളിലൊക്കെ എത്തി, ടേബിള് വലിയ എങ്ങനെയാണ്, ടേബിളൊക്കെ എന്ത് ചെയ്തു, വലിയ സൗണ്ട് ഉണ്ടാക്കാൻ വന്നു ആനെ. പിന്നുള്ളത് പിന്നെ ആ ഒരു ബ്ലേഡിന്റെ എക്സ്പെരിമെന്റ് ചെയ്ത സംഗതി, അതെന്താന്ന് മനസ്സിലായ? ഓക്കെ. പിന്നെ എന്താണ് റെസൊണൻസ് എന്നുള്ളത്? 2 ചങ്ങായിമാര്, ഒരാൾ കാരണം മറ്റാള് വൈബ്രേറ്റ് ചെയ്യുക. രണ്ടാളുടെയും ഫ്രീക്വൻസി സെയിം ആണെന്നുണ്ടെങ്കിൽ അവർ റെസൊണൻസിലാണെന്ന് പറയാം. അതന്നെ റെസൊണൻസ്. ആംപ്ലിറ്റ്യൂഡ് എന്താ? റെസൊണൻസിൽ ആവുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിക്കാരം. അതന്നെ. പിന്നെ ഇതിന്റെ 4 പ്രാക്ടിക്കൽ യൂസ് കേസസ്, അത് ഇവിടെ ഈ സാധനങ്ങള് അതിനുള്ളൂ. ഈ മൂന്നാമത്തെ പാർട്ടില് എന്താണ്? വേവ് മോഷൻ. ഇനിയാണ് നമ്മൾ ആക്ച്വൽ വേവ്ക്ക് കടക്കണേ. ഇത്രയും പറഞ്ഞതില് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ്, അതേപോലെ ഫ്രീക്വൻസി എന്താ, ടൈം പീരീഡ് എന്താ, എന്താണ് ഓസിലേഷൻ എന്താ എന്നൊക്കെ നമ്മൾ പഠിച്ചു, പരിചയപ്പെട്ടു. ഇനി ഇത് ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് ഇനിയാണ് കടക്കുന്നത്. ഓക്കെ, കുറച്ചുള്ളൂ, കുറേയൊന്നുമില്ല. വേവ് മോഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണുള്ളത്. വേവ് മോഷനിൽ ഇത് പറയുന്നത് എന്താന്ന് വെച്ചാല്, വേവ് ആക്ച്വലി എന്താ ചെയ്യുന്നത്? എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. എന്ത് ട്രാൻസ്ഫർ ചെയ്യല്ല? പാർട്ടിക്കിൾസ്, അതായത് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകല്ല, ഇവിടെ നിന്നുള്ള ആ ഒരു എനർജിയെ പാസ് ചെയ്യണുള്ളൂ. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അനദർ പാർട്ട് ത്രൂ ഓസിലേഷൻ വഴി ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എനർജിനെ എത്തിക്കാണ്. അതാണ് എന്ത്? വേവ് മോഷൻ, തരംഗ ചലനം. ഇപ്പൊ ഈ ഒരു സംഗതിനെ നോക്ക്. ഇവിടെ ഈ ചങ്ങായി ഇങ്ങനെ ചുരുക്കി പിടിച്ച് ഇതെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും ഇല്ലേ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും, ഇതാവും. നിങ്ങളിപ്പോ ഈ ഒരു സാധനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാവും അതെന്താന്നുള്ളത്. അതാണ് ഇവിടെ സ്ലിങ്കി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടല് അപ്പുറത്തെ സ്ഥലത്ത് എത്തും ഒറ്റയടിക്ക്. അത്യാവശ്യം വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ചോദിക്കാൻ എന്താ വെച്ചാല്, എന്താണ് വേവ് മോഷൻ എന്താണെന്ന് ചോദിക്കും. വേവ് മോഷൻ എന്താ ചെയ്യണത്? വേവ് മോഷൻ പാർട്ടിക്കിൾ ആണോ അയക്കണത്? പാർട്ടിക്കിൾ ആണോ? അല്ല. എന്താ അയക്കണത്?
പാർട്ടിക്കിൾ ആണോ? അല്ല. പകരം എനർജിയാണ് എന്ത് ചെയ്യണത്? ട്രാൻസ്ഫർ ചെയ്യണത്. മനസ്സിലായോ? ത്രൂ എന്താ യൂസ് ചെയ്യണത്? ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ് എന്ത് ചെയ്യാ ആള് എനർജി ട്രാൻസ്ഫർ ചെയ്യണത്. ഓക്കെ, ഇതിനൊരു കാര്യമുണ്ട്, മീഡിയം ആണോ? മനസ്സിലായോ? അത് മീഡിയം ആണെന്ന് പറഞ്ഞാല് ഇത് ഇവിടെ നിങ്ങോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ചങ്ങായി വേണ്ടേ? സ്പ്രിങ് വേണ്ടേ? സ്പ്രിങ് ഇല്ലാതെ ഇപ്പൊ എന്തുമ്പോ പിടിച്ചാൽ അമർത്തുക ആവോ? ഇല്ല. ഇനി നമ്മുടെ ഒരു ചെറിയൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ടേബിൾ ഫില്ല് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. വേവ്സ് എപ്പോഴും എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, എപ്പോഴും. എന്നാല് ഞാൻ ഇവിടെ പറഞ്ഞു മീഡിയം ആണെന്ന് പറഞ്ഞു. എന്നാ മീഡിയം വേണ്ട ആൾക്കാരും വേണ്ടാത്ത ആൾക്കാരും ഉണ്ട്. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫർ ചെയ്യാനൊരു സാധനം. മനസ്സിലായോ? ഇപ്പോ നമ്മളുടെ ഈ ഒരു ഫോണിൽ നിന്ന് പുറത്തേക്ക് ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വയറോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നെറ്റ് കൂടെ അങ്ങനെ പോവല്ലേ? അതെങ്ങനെ പോണത്? ഈ പറഞ്ഞ വേവ് ആണ് പോണത്. പക്ഷെ അവിടെ വയറുണ്ടോ? ഇല്ല. അവിടെ ഒരു മീഡിയം ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും ആ സാധനം എവിടെ എത്തുന്നുണ്ട്? അപ്പുറത്തെ ഫോണിൽ എത്തുന്നില്ലേ? അതന്നെ ഉള്ളൂ. അതേ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ. അപ്പൊ ഞാൻ അത് ആർക്കൊക്കെ അത് വേണ്ട, ആരൊക്കെയാണ് മീഡിയം യൂസ് ചെയ്തിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുക, ആരൊക്കെയാണ് മീഡിയം ഇല്ലാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാന്നാണ് നമ്മൾ അറിയേണ്ടത്. അതിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് സൗണ്ട് വേവ്, സിസ്മിക് വേവ്, റിപ്പിൾസ് ഓൺ വാട്ടർ, അതേമാതിരി റേഡിയോ, ലൈറ്റ്, എക്സ്റേ. റിപ്പിൾസ് ഓൺ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കുളത്തിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവില്ലേ? അതാണ്. ഓക്കെ, ഇപ്പൊ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. സൗണ്ട് വേവ്. സൗണ്ട് നമ്മളിവിടെ എയർ ഉണ്ടാവുന്ന സമയത്ത് പറഞ്ഞാലുള്ളൂ കേൾക്കുക. ബഹിരാകാശത്ത് പോയാല് ഒന്നും കേൾക്കൂല. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ എന്താ പറയാ ഒരുതരം റേഡിയോ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കൂല. പിന്നെ സെസ്മിക് വേവ്, ഈ എന്താ പറയാ എർത്ത് ക്വേക്കൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സാധനം, ഒരുതരം വേവ്. പിന്നെ റിപ്പിൾ ഓൺ വാട്ടർ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. റേഡിയോ വേവ്സ് അറിയാം, നമ്മളെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആ വേവ്. പിന്നെ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ഓവനില് ഉണ്ട്, ഒരുതരം വലിയ പ്ലെയിൻ റഡാർ സിസ്റ്റങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വേവ്സ് ആണ്. പിന്നെ ഇൻഫ്രാറെഡ് കാണാൻ പറ്റൂല. ഇനി കാണാം, ലൈക്ക് എങ്ങനെയാ വെച്ചാല് ഇപ്പോ ടിവിന്റെ റിമോട്ടൊക്കെ അല്ലേ, ടിവിന്റെ റിമോട്ടിലൊക്കെ ഉള്ളത് ഈ ഇൻഫ്രാറെഡ് LED ആണ്. അതിന് ഈ വേവ്സ് വരും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, പക്ഷെ അങ്ങനെ സാധനം പോകും. ഇൻഫ്രാറെഡ്, പിന്നെ വിസിബിൾ ലൈറ്റ്, നമ്മൾ സാധാ ലൈറ്റ്, പിന്നെ അൾട്രാവൈറ്റ്, UV ലൈറ്റ്, പിന്നെ എക്സ്റേ ഒക്കെ ഉണ്ട്. ഇതിനൊന്നും എന്ത് വേണ്ട? മീഡിയം വേണ്ട. പിന്നെ എക്സ്റേ ഗാമൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊന്നും എന്ത് വേണ്ട? മീഡിയം വേണ്ട. അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ മീഡിയം വേണ്ടാത്ത ആളുകളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയൂ കേട്ടോ. എന്താ പറയാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മീഡിയം വേണ്ട ആളുകളെ നമ്മൾ എന്ത് പറയും? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അത് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണേ? അവരുടെ എനർജി ട്രാൻസ്ഫർ ഏത് ടൈപ്പ് വെച്ചിട്ടാണെന്ന്, അത് മീഡിയം ആണോ മീഡിയം വേണ്ടത് വെച്ചിട്ട്. അപ്പൊ മീഡിയം വേണ്ടതിനെ മെക്കാനിക്കൽ എന്ന് പറയും, മീഡിയം വേണ്ടാത്തതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇതിൽ തന്നെ എന്തുണ്ട്? രണ്ട് വീതമുണ്ട്. മെക്കാനിക്കൽ വേവില് രണ്ട് വീതമുണ്ട്. ലോഞ്ചിറ്റ്യൂഡനൽ, ട്രാൻസ്ഫർ. ഇലക്ട്രോ മാഗ്നറ്റിക്കില് പിന്നെ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക്കില് ട്രാൻസ്ഫേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കടക്കാണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പോലെ ഇവിടെ ഒരു കംപ്രഷൻ കണ്ടങ്ങൾ ഇങ്ങനെ ചുരുങ്ങി കൂടി ആ ഒരു സാധനമാണ് ഇവിടെ കാണുന്നത്. ലോഞ്ചിറ്റ്യൂഡനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടൈപ്പില് പോണ വേവ്സ് ആണ്. നമ്മളെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡനൽ വേവ് ആണ്. എങ്ങനെ വെച്ചാല് ഒരിക്കലും ഇവിടുന്ന് ഒരു സാധനം കണ്ടെത്തൂല. അപ്പൊ ഇങ്ങനെ തള്ളി ഇങ്ങനെ പോകും.
അതായത് നമ്മൾ വരിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു തള്ളാൻ തള്ളിയാല് ഇവിടെ കുറെ ആൾക്കാർ കുത്തിക്കൂടി നിൽക്കും. പിന്നെ അടുത്ത കുറച്ചാൾ മുമ്പിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലെ എന്ത് ചെയ്യും, അവിടെ തെറിച്ച് പോവുകയല്ല ചെയ്യുക. അതേപോലെ ഇവിടുന്ന് തള്ളി ഇവിടെ കുറച്ച് ഗ്യാപ്പ് തള്ളി അങ്ങനെ 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 പോകും ആള്. അപ്പൊ ഈ കംപ്രഷൻ ആയിട്ട് നിൽക്കുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയാ വെച്ചാല് എന്താ പറയാ കംപ്രഷൻ സി ഭാഗം. പിന്നെ 6 അതിന് നമ്മൾ പറയാ റെയർ ഫ്രാക്ഷൻ. മലയാളത്തിൽ കുറച്ച് കടുകട്ടി വേർഡാണ്. എന്നാണ് ഉച്ചമർദ്ദ മേഖലകൾ, മറ്റേ നീച്ചമർദ്ദ മേഖലകൾ കറക്റ്റാണ് തോന്നുന്നു. അപ്പോ ഈ ഒരു കംപ്രഷന്റെ ഭാഗം പേര് പോലെ തന്നെ ഹൈ പ്രഷർ ഉള്ള ഒരു ഏരിയ ആണ്. മറ്റേ റെയർ ഫ്രാക്ഷന്റെ അവിടെ ലോ പ്രഷർ ഉള്ളതാണ്. അത് വലിയ തിക്കും തിരക്കൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ, വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും മനസ്സിലാക്കാനൊന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു സംഗതി മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത് പാർട്ടിക്കിൾസ്. അതായത് ഇവിടെ ഇപ്പൊ കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മീഡിയം ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ പാർട്ടിക്കിൾസ്, അപ്പൊ ഈ പാർട്ടിക്കിൾസ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുക പാരലലി ആണ്. പാരലലി പറഞ്ഞാൽ ഇങ്ങനെ സൈഡ് വൈസ്. ഓക്കെ, പാരലലി ആണ് എന്ത് ചെയ്യാ ഇവര് വൈബ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ പാരലലി വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ, പാരലൽ ആയിട്ടാണ് ആര് വൈബ്രേറ്റ് ചെയ്യുക, പാർട്ടിക്കിൾസ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുക. പാരലൽ ആയിട്ട് ആർക്ക് നേരെ, ഇപ്പൊ ഈ വേവ് ഇങ്ങനെയാണ് പോണെന്നുണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് വൈബ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ 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 പോകും. ഓക്കെ, ഇനി നമ്മള് അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ, ഇതും ലോഞ്ചിറ്റ്യൂഡിനലും തമ്മിൽ വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് സൈഡ് വൈസ് പാരലൽ ആയിരുന്നു. ഇപ്പൊ വേവ് ഇങ്ങനെ ഈ സൈഡിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, വേവ് ഇങ്ങനെ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരുന്നു ആരും ഉണ്ടായിരുന്നത്, ഈ ഒരു കംപ്രഷനും എയർ ഫ്രാക്ഷനും ഉണ്ടായത്. മനസ്സിലായോ, പാരലൽ ആയിട്ട്. പക്ഷെ ഇവിടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസില് വേവ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, പക്ഷെ ഇതിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല, ഇങ്ങനെയല്ല വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, മേലക്ക് താഴത്തേക്ക് മേലക്ക് താഴത്തേക്ക്. അതാണ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ്, അഥവാ ലംബമായിട്ട്. ആർക്ക് ലംബമായിട്ട്, വേവിന്റെ ഡയറക്ഷനിൽ ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്. എന്ത് ചെയ്യും, ഇപ്പൊ ഇവിടെ ഒരു ചങ്ങായി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് വിചാരിച്ചോ, പാർട്ടിക്കിൾ ഉണ്ട്, ആ ചങ്ങായി എന്ത് ചെയ്യും, താഴത്തേക്ക് വരും. അതേമാതിരി അത് മേലക്ക് പോകും. ആദ്യം ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എത്തി, താഴത്തേക്ക് എത്തിയിട്ട് പിന്നെ അത് മേലക്ക് പോകും. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു വേവ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണോ എന്ത് ചെയ്യണത്, ട്രാൻസ്ഫർ നടക്കുന്നത്. അവൻ ഈ ഒരു വേവിന്റെ ട്രാൻസ്ഫർ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത്, ഒന്ന് ക്രസ്റ്റ് അഥവാ ശൃംഗങ്ങൾ, പിന്നെ ട്രഫ് അഥവാ ഗർത്തങ്ങൾ, അഥവാ മേലത്തെ കൂന താഴത്തെ കൂന, ഈ 2 സാധനം. ഓക്കെ, പിന്നെ അറിയേണ്ടത് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു കൂനമെന്ന് മറ്റേ കൂനമ്മക്കുള്ള ദൂരം, അല്ലെങ്കിൽ ഒരു താഴത്തെ കൂനമെന്ന് മറ്റേ കൂനമ്മക്കുള്ള ദൂരം, ഇങ്ങനെ 2 ചെങ്ങായി. ഇതേമാതിരി ആർക്കും ഉണ്ട്, ഈ ഒരു സീമെന്ന് മറ്റൊരു സീഎമ്മക്ക്, അല്ലെങ്കിൽ ഈ ഒരു ആർമെന്ന് മറ്റൊരു ആർമക്ക് എന്തുണ്ട്. അതിന് നമ്മൾ ആ ഒരു ലെങ്ത്തിന് നമ്മൾ പറയണ പേര് എന്താണ്, വേവ് ലെങ്ത് എന്നാണ്. എന്താ പറയാ, വേവ് ലെങ്ത്, വേവിന്റെ ലെങ്ത്. ഓക്കെ, അതിന് ലാംഡ ആയിട്ട് സൂചിപ്പിക്കും. ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അപ്പുറത്തെ സെക്ഷനിലുണ്ട്, നോക്കിക്കോ. ഇത് നോക്കിക്കോ. അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങള്, ഒന്ന് ക്രസ്റ്റ് എന്താന്ന് അറിയണം, റഫ് എന്താന്ന് അറിയണം. ഓക്കെ, ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ, അഥവാ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ അറിയണം. എങ്ങട്ടാ, പെർപെൻഡിക്കുലർ ആയിട്ട്. പെർപെൻഡിക്കുലർ ഇങ്ങനെ യൂസ് ചെയ്യാട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് ആണ് എന്ത് ചെയ്യാ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, ഡയറക്ഷൻ ഓഫ് വേവ്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിള് വേവ്സ് ഓൺ എ സ്ട്രിങ്, അഥവാ ഒരു നൂലിങ്ങനെ കെട്ടി 2 അറ്റം കെട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ആവും. അത് ഈ ഒരു രൂപത്തിലാണ് വരിക. അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവിടെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം അടിക്കൂലേ, അതന്നെ. അല്ലെങ്കിൽ വിപ്പിട്ട് അടിക്കുമല്ലോ, ചാക്കാറൊക്കെ,
അതൊക്കെ ഈ ഒരു ട്രാൻസ്വേഴ്സ് രൂപത്തിലാണ് എന്ത് ചെയ്യാ പോവാ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ട്രാൻസ്വേഴ്സ് വേവും അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും മനസ്സിലായിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, ചെക്ക് ലിസ്റ്റ് ആദ്യം പറഞ്ഞ സംഗതി എന്താ? പാർട്ടിക്കിള് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോവുക, എങ്ങോട്ടാണോ പോണത്, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പൊ അതാരാ? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ? അഥവാ ഇങ്ങനെ ഈ ചങ്ങായി. ഇനി ഇതില് കംപ്രഷൻ അണ്ടർ എയർ ഫ്രാക്ഷൻ അതിലുണ്ടാവുക, അത് ലോഞ്ചിറ്റ്യൂഡിനല് ഇങ്ങനെ ഇങ്ങനെ നേരത്തെ ചങ്ങായില്ല ഓനെന്താണ്. പിന്നെ പ്രഷർ വേരിയേഷൻ ഒക്യൂസ് ഇൻ മീഡിയം. പ്രഷർ വ്യത്യാസം ഉണ്ടാവുക എവിടെയാ? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു പ്രഷറിന്റെ കൺസെപ്റ്റ് ആണോ, ഹൈ പ്രഷർ ലോ പ്രഷർ. ഇത് എവിടെയാ? ലോഞ്ചിറ്റ്യൂഡിനല്. അതെവിടെയാ? ലോഞ്ചിറ്റ്യൂഡിനല്. ഹൈ പ്രഷർ എവിടെ വരിക? കംപ്രഷനില്. ലോ പ്രഷർ എവിടെ വരിക? എയർ ഫ്രാക്ഷനില്. ഓക്കെ. പിന്നെ ക്രസ്റ്റ് ട്രഫ് ഒക്കെ എവിടെ ഉണ്ടാവുക? ട്രാൻസ്വേഴ്സ് വേവില്. ഇവിടെ ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്. ഓക്കെ ആണല്ലോ. പിന്നെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുക പാർട്ടിക്കിൾ, അതില്ല ലോഞ്ചിറ്റ്യൂഡിനല്. പിന്നെ നോ പ്രഷർ വേരിയേഷൻ, അങ്ങനെ പ്രഷർ വേരിയേഷനേ ഇല്ല, അതില്ല ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായോ? ഇതിലൊരു സംഗതി, ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെയാണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ മാത്രമുള്ള ട്രാൻസ്വേഴ്സ് വേവ് ഇല്ല. ഓക്കെ, മീഡിയം ഉള്ളതിലും ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, മീഡിയം ഇല്ലാത്തതിലും ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ത് മാത്രമേ ഉള്ളൂ? ട്രാൻസ്വേഴ്സ് വേവ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ മീഡിയത്തിന്റെ കേസിൽ അറിയണ വേവ്സ് ഓൺ എ സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു വയറ്, അതെന്താ? മീഡിയ അല്ലേ? അതിൽ അപ്പൊ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് മീഡിയ ഉള്ളതിലുണ്ട്. ഇനി അതിന്റെ ഒരു കമ്പാരിസൺ സിമ്പിളി നമ്മുടെ എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നൊരു നമ്മൾ ഈ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറസ്റ്റ് ട്രഫ് ഉണ്ട്, അതിന് പകരം ഇവിടെ എന്താ ഉള്ളത്? കംപ്രഷന്, അത് പ്രഷർ വേരിയേഷൻ ഉണ്ട്, ഇവിടെ പ്രഷർ വേരിയേഷൻ ഇല്ല. പെർപെൻഡിക്കുലർ ആണ്, ഇവിടെ പാരലൽ ആണ്, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. പിന്നെ അതിന്റെ എക്സാമ്പിൾ ലൈറ്റ്, അതേമാതിരി വേവ്സ് ഓൺ എ സ്ട്രിങ്, സൗണ്ട് വേവ്സ്. ഏത് തരം ലൈറ്റ് ആണെങ്കിലും എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, അതൊക്കെ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി അതിലൊരു പെട്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഏതാ കറക്റ്റ് എന്നാണ്. സൗണ്ട് ലൈറ്റ് ബോത്ത് ട്രാൻസ്വേഴ്സ് ആവണോ? അല്ല. സൗണ്ട് ലൈറ്റ് ബോത്ത് ലോഞ്ചിറ്റ്യൂഡിലാണോ? അല്ല. ഒന്ന് സൗണ്ടിന് എന്താണ്? മീഡിയം വേണം. സൗണ്ടിന് മീഡിയം വേണം, ലൈറ്റിന് മീഡിയം വേണ്ട. ലൈറ്റിന് മീഡിയം ആണോ? ആലോചിച്ച് നോക്കാം. സൂര്യന് ലൈറ്റ് ഭൂമിക്ക് എത്തുന്നത് ബഹിരാകാശത്ത് കൂടെ അല്ലേ? അവിടെ വല്ല മീഡിയം ഉണ്ടോ? ഇല്ല, ശൂന്യാണ്, വാക്യൂമാണ്, കാലിയാണ്. അപ്പൊ എന്തില്ല? ലൈറ്റിന് മീഡിയം വേണ്ട. അപ്പൊ അത് ലൈറ്റിന് മീഡിയം വേണ്ടാത്തത് അതേതില്ല? നിങ്ങൾ പറയും മീഡിയം വേണ്ട. അങ്ങനെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആര് മാത്രമേ ആവുള്ളൂ? ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈറ്റ് ഏതിലാ വിടുക? ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിന്, ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി അതിന് സൊല്യൂഷൻ എന്ത് ചെയ്തു ഇവിടെ തന്നെ പറയുന്നുണ്ട്. പാരലൽ ലോഞ്ചിറ്റ്യൂഡിൽ കാര്യങ്ങൾ ലൈറ്റിൽ ഇലക്ട്രോമാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്വേഴ്സ് ആണ്. ഇനി ഈ ഒരു ഭാഗത്തുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെ പറയുന്നത്? വേവ് മോഷൻ എന്താന്ന് പറയണം. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുക ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് മീഡിയത്തിലൂടെ. മനസ്സിലായോ? അതാണ് എന്ത്? വേവ് മോഷൻ. വേവ് മോഷനിൽ പാർട്ടിക്കിൾ ആണോ എനർജി ആണോ ട്രാൻസ്ഫർ ചെയ്യണത്? പാർട്ടിക്കിൾ അല്ല, എനർജി ആണ്. മെക്കാനിക്കൽ വേവും മാഗ്നറ്റിക് വേവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയണം. മെക്കാനിക്കൽ വേവിന് എന്ത് വേണം? മീഡിയം ആണ് എനർജി ട്രാൻസ്ഫർ ചെയ്യാന്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് മീഡിയം വേണ്ട. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതിന് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാ? സൗണ്ട്, പിന്നെ എന്താ രണ്ടാമത്തെ കംപ്രഷൻ എയർ ഫ്രാക്ഷൻ. കംപ്രഷൻ എയർ ഫ്രാക്ഷന് എന്താ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആ സംഗതി.
പിന്നെ ട്രാൻസ്വേഴ്സ് വേവിന് രണ്ട് എക്സാമ്പിൾസ് ആണ് ലൈറ്റ്, UV, എക്സ്റേ ഒക്കെ പറയാം. പിന്നെ ക്രസ്റ്റ് റഫ് എന്താ ഡിഫൈൻ ചെയ്യാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാട്ടാന്ന് അറിയോ? പറയാനൊന്നും അറിയില്ലെന്നെങ്കിൽ ചിത്രം ഇങ്ങനെ വരച്ചേക്ക, എന്നിട്ട് ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ് എന്നാണ് പറയാ. അതിനെ അത്രേ ഉള്ളൂ. ഇനി പ്രഷർ വേരിയേഷന്, പാർട്ടിക്കൽ വൈബ്രേഷൻ ഒക്കെ എന്ത് ചെയ്യണം കാണിക്കാൻ പറഞ്ഞു. അത് ഏതാണ്? അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലും അതേമാതിരി ട്രാൻസ്വേഴ്സ് വേവിലും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കുക ഈ സംഗതി. ട്രാൻസ്വേഴ്സ് വേവിലാവുമ്പോ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, മേലേക്ക് ഇപ്പം മേലേക്ക് വരും, ഇപ്പം ഇനി താഴത്തേക്ക് വരും, അങ്ങനെ 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 ഓരോന്നിനും വരയ്ക്കാം. ഇവൻ എന്തേക്കരം മേലേക്ക്, ഇവനും മേലേക്ക്, ഇവന് താഴത്തേക്ക്, ഇവന് താഴത്തേക്ക്, ഇവൻ മേലേക്ക്, താഴത്തേക്ക് വന്നോ അങ്ങനെ മേലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കല്ലേ. അത്രേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോ ഇത്രയാണ് ഈ ഒരു പാർട്ടിലുള്ളത്. നമുക്ക് ബാക്കി ഇനി എന്ത് ചെയ്യാം, അടുത്തൊരു പാർട്ടിലായിട്ട് കാണാം. ഓക്കെ.